ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. മരണാനന്തരമുള്ളതായ പ്രത്യാശ എന്ത് എന്ന് നാം ദൈവവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണല്ലോ. യേശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 6, 7, 8 വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതേ ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, മനുഷ്യൻ പൊടിയാൽ നിർമ്മിക്കപ്പെട്ടവനുമാകയാൽ ജീവശാസ്ത്രപരമായും ഭൗതികമായും അവൻ പ്രകൃതിയോട് ബന്ധപ്പെട്ടവനാണ്. ജഡമാകയാൽ മറ്റ് സൃഷ്ടികളെ പോലെ ദൈവത്തെ അവന് ആശ്രയിച്ചേ മതിയാകും. അവന് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയനാണ്. മനുഷ്യന്റെ ഭാഗധേയം ഭൂമിയെയും ബാധിക്കുന്നതാണ്. മനുഷ്യന്റെ വീഴ്ചയിലൂടെ സൃഷ്ടി മുഴുവൻ ദ്രവത്വത്തിന് വിധേയമായിപ്പോയി. അഥവാ സൃഷ്ടി ദൈവപുത്രന്റെ വെളിപ്പാടിന് വേണ്ടി ഞരങ്ങിക്കൊണ്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യന്റെ വീണ്ടെടുപ്പിൽ പ്രപഞ്ചം ഒന്നാകെ ആഹ്ലാദിക്കുകയും ചെയ്യുന്നതായിട്ട് യേശയ്യാ പ്രവചനം 11-ന്റെ 6 തൊട്ട് 9 വരെയുള്ളതായ വേദഭാഗങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതേ, സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. മറ്റ് സൃഷ്ടികളെല്ലാം പൂർണ്ണത തേടുന്നത് മനുഷ്യനിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വളരെ വേദനയോടുകൂടെ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങളിൽ ആ വയനാടിൻ്റെ പ്രദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ആരും അടക്കുവാനില്ലാതെ, ഉറ്റവരും ഉടയവരും ആരും ഇല്ലാതെ സർവമത പ്രാർത്ഥനയോടുകൂടെ അനേക മൃതശരീരങ്ങൾ അവിടെ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഒരു ഭവനത്തിൽ തന്നെ 10-11 പേര്, ഭാര്യ, മക്കൾ, അപ്പൻ, അമ്മ, അടുത്ത രക്തബന്ധങ്ങൾ, ഇങ്ങനെ അനേകർ മരണപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിജീവിതം ഗൾഫ് നാടുകളിൽ നിന്ന് വന്ന് വളരെ ദുഃഖത്തോടുകൂടി ഇരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൃഗങ്ങൾ അവരുടെ യജമാനന്മാർക്ക് വേണ്ടി കാത്ത് ഇരിക്കുന്ന കാഴ്ച, വേദനയോടെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഇവിടെ ഇത്ര പേര് താമസിച്ചിരുന്നു, ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ഇതാ കഴിഞ്ഞ തിങ്കളാഴ്ച സംഭവിച്ചതായ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ കേരളക്കര ഐസ് പോലെ ഉറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ. അവിടെ ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. അവരുടെ നെഞ്ച് ചങ്ക് പോലെ അവരാക്കിക്കൊണ്ട് മനഃപൂർവ്വം പിടിച്ചു നിൽക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ, മറ്റുള്ളവർ, നാട്ടുകാർ ഒക്കെ ഉറ്റവരും ഉടയവരും അങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കെവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. അതേ, ഇവിടെ നാം കണ്ടതുപോലെ ഇതെല്ലാം സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഈ പ്രകൃതി അത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നാം ഇവിടെ കണ്ടതുപോലെ യെശയ്യാ പ്രവചനം 11-ന്റെ 6 തൊട്ട് 9 വരെ ഭാഗങ്ങളിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പിൽ പ്രപഞ്ചം ഒന്നാകെ ആഹ്ലാദിക്കുന്ന അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നിറവേറുകയാണ്. ഈ ദുഃഖത്തിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. അനേകർ അവര് പിഞ്ചു കുഞ്ഞുങ്ങൾ സഹിതം അവര് നിരപരാധികളാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഈ ഭൂമിയുടെ അകൃത്യം
അത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പിനെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ തന്നെ പല നിലകളിൽ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇവിടുത്തെ താൽക്കാലിക ജീവിതമല്ല, ഇതിനപ്പുറം മനുഷ്യന് ഒരു നിത്യജീവിതമുണ്ട്. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒടുക്കം നീ എന്ത് ചെയ്യുമെന്ന് ബൈബിളിൽ പ്രസക്തമായ ചോദ്യമുണ്ട്. അനേക കാര്യങ്ങൾ നേടിയവർ ഇന്ന് പലരും അവർ ഭൂമിയിലില്ല. അവരുടെ പ്രിയപ്പെട്ടവരോ അല്ലെ നാട്ടുകാരോ പറയുന്നു, ഇവിടെ അങ്ങനെ ചിലത് ഉണ്ടായിരുന്നു എന്ന് ഒരു നിമിഷം കൊണ്ട് പറയേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ വിലയേറിയ ആത്മാവിന്റെ നിത്യരക്ഷ എങ്ങനെയായിരിക്കും, മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി നമുക്കൊരുങ്ങാം. അതേ, കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ, വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ, മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും മുന്നിൽ തൻ സന്നിധോ ചേർന്നിടും ഞാൻ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും മുന്നിൽ തൻ സന്നിധോ ചേർന്നിടും ഞാൻ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽതുണ താൻ, ദുഃഖത്തിലാശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതുണ താൻ, ദുഃഖത്തിലാശ്വാസദായകൻ താൻ.